നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക്. സംസ്ഥാനത്ത് വിഷു കിറ്റ് വിതരണം തുടർന്നു. അതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണ അറിയിപ്പ്, കുടിശ്ശിക പെൻഷൻ വിതരണം, ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾക്കാണ് ഈ ഒരു വിഷു കിറ്റ് ലഭിക്കുക. 16 ഇനം അവശ്യ സാധനങ്ങൾ അടങ്ങിയതാണ് ഇത്തവണത്തെ വിഷു കിറ്റ് എന്ന് പറയുന്നത്. പഞ്ചസാര 1 കിലോഗ്രാം ലഭിക്കും. ചെറുപയർ പരിപ്പ് 500 ഗ്രാം, വൻപയർ 500 ഗ്രാം, കടല 500 ഗ്രാം, ശർക്കരപ്പൊടി 1 കിലോഗ്രാം, ശബരി പായസം മിക്സ് 200 ഗ്രാം, പായസക്കൂട്ട് 50 ഗ്രാം, മിൽമ നെയ്യ് 100 ml, ശബരി ജീരകം 100 ഗ്രാം, ശബരി കടുക് 100 ഗ്രാം, ശബരി പുട്ടുപൊടി 1 കിലോഗ്രാം, ശബരി ഉപ്പ് 1 കിലോ, ശബരി ചിക്കൻ മസാല 100 ഗ്രാം, ശബരി വെളിച്ചെണ്ണ 1 ലിറ്റർ, ശബരി ഗോൾഡ് ചായപ്പൊടി 250 ഗ്രാം എന്നിങ്ങനെ 1250 രൂപ വിലയുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ കിറ്റ് 1001 രൂപയ്ക്ക് സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി ലഭിക്കുന്നതാണ്. അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ്, വീട്ടമ്മമാർക്ക് സന്തോഷ വാർത്ത. പാലക്കാട് ജില്ലയിലാണ് ഈ ഒരു സന്തോഷ വാർത്ത. വീട്ടമ്മമാർക്ക് പച്ചക്കറി സാധനങ്ങൾ വാങ്ങാൻ പ്രതിമാസം 1500 രൂപ നൽകുമെന്ന പ്രഖ്യാപനവുമായി പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ. അക്ഷയ കാർഡ് എന്ന പേരിലാണ് പ്രതിമാസം 1500 രൂപ ലഭിക്കുക. പ്രതിമാസം 1500 രൂപ നേരിട്ട് പച്ചക്കറി സാധനങ്ങൾ വാങ്ങാൻ ഉള്ള അക്ഷയ കാർഡ് DBT വഴി നേരിട്ട് അക്കൗണ്ടുകളിൽ നൽകും. ഒട്ടേറെ സ്ഥലങ്ങളിൽ പരീക്ഷിച്ച് വിജയിച്ച ഈ ഒരു മോഡൽ പാലക്കാടും നടപ്പിലാക്കാൻ സാധിക്കുമെന്നാണ് ശോഭാ സുരേന്ദ്രൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പാലക്കാട്ടുകാരുടെ ക്ഷേമത്തിന് താമര ചിഹ്നത്തിൽ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ശോഭാ സുരേന്ദ്രൻ ഈ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പിന് മുൻപായി വിതരണം ചെയ്യുന്ന 2 മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിൽ 31-ാം തീയതി മുതൽ 2 തവണകളായി 2000 രൂപ വെച്ച് 4000 രൂപ അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതാണ്. കൈകളിൽ ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്ക് അടുത്ത ആഴ്ചയോടുകൂടി ആ ഒരു തുക, അതായത് ഏപ്രിൽ മാസത്തോടു കൂടിയാണ് ഈ ഒരു തുക കൈകളിൽ ലഭ്യമാവുക. തിരഞ്ഞെടുപ്പിന് മുൻപായി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലും കൈകളിലും എത്തിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലാണ് സർക്കാരുള്ളത്. അപ്പോൾ തീർച്ചയായും അടുത്ത ആഴ്ചയോടുകൂടി ഈ ഒരു തുക ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നതാണ്. അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, രാജ്യത്ത് പെട്രോൾ, ഡീസൽ, LPG എന്നിവയ്ക്ക് ക്ഷാമമുണ്ടെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികളുടെ അറിയിപ്പ്. ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നിവരുടേതാണ് അറിയിപ്പ്. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾ ജനങ്ങളെ പരിഭ്രാന്തരാക്കുന്ന പശ്ചാത്തലത്തിലാണ് കമ്പനികൾ ഔദ്യോഗിക വിശദീകരണവുമായി രംഗത്തെത്തിയത്. രാജ്യത്തുടനീളം ഇന്ധന വിതരണം തടസ്സമില്ലാതെ നടക്കുന്നുണ്ടെന്നും എല്ലാ പെട്രോൾ പമ്പുകളിലും ആവശ്യത്തിന് സ്റ്റോക്ക് ലഭ്യമാണെന്നും കമ്പനികൾ വ്യക്തമാക്കി. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട, എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.